വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാവരും കൂടെ കൂടി അവരുടെ കുഞ്ഞാൻ്റിയുടെ വീട്ടിൽ പോവുകയാണ്. മിയയുടെ വീട്ടിൽ എറണാകുളത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഹംഗറി പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചക്കത്തേനുള്ള ലഞ്ച് കഴിച്ചു. ഞങ്ങൾ ലഞ്ചിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇല ബിരിയാണി ആയിരുന്നു. സാറമോൾ ഇതുവരെ ഇല ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 പേരും അത് ഇല ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോക്കുട്ടിന് പിന്നെ ചിക്കൻ ലോലിപ്പോപ്പും പൊറോട്ടയും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ലോലിപ്പോപ്പും പൊറോട്ടയും ജോക്കുട്ടിന് വേണ്ടി ഓർഡർ ചെയ്തു. അന്നമോൾക്കാണെങ്കിൽ അന്നേരം ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഷെഷ്വാൻ ന്യൂഡിൽസാണ് അന്നമോൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഇതുപോലെ ലൈം ജ്യൂസും അതുപോലെ വാട്ടർമെലൻ്റെ ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വല്ലാർപാടം പള്ളിയിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വല്ലാർപാടം പള്ളിയിൽ പോകുന്നതാണ്. ഒരുപാട് നാളായി ഈ പള്ളിയിൽ വന്നിട്ട്. വളരെ പ്രസിദ്ധമായ മാതാവിൻ്റെ ഒരു പള്ളിയാണ്. ഉച്ചസമയമായതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലായിരുന്നു പള്ളിയിൽ. കുറച്ച് സമയം മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പള്ളിയിൽ തന്നെ കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ ചെലവഴിച്ചു. അതിനുശേഷം ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു നേർച്ചയാണ് ചൂലും കൊണ്ട് അടിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു നേർച്ചയും ഞങ്ങൾ ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക്, അതായത് മിയയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. പിള്ളേരെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് പാലായ്ക്ക് പോയി. പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ ഞങ്ങൾ മേടിച്ചു. 4 ദിവസം പിള്ളേരവിടെ അടിച്ചു പൊളിച്ചായിരുന്നു ഇരുന്നത്. ഒരുപാട് സ്ഥലത്ത് അവർ ഒന്നിച്ച് കറങ്ങാൻ പോയി, ബീച്ചിൽ പോയി. അങ്ങനെ അവർ എൻജോയ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞു. പിന്നെ വെക്കേഷൻ സമയത്താണല്ലോ ഇതുപോലെ ഒന്നിച്ച് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ക്ലാസ്സും സ്കൂളും ബഹളവും ഒക്കെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ പിള്ളേർ വീട്ടിൽ നിന്ന് പോയപ്പോൾ വീട് ഉറങ്ങിയതുപോലെയായി. അവരുടെ ബഹളവും കളിചിരിയും അടിപിടിയും ഒന്നുമില്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു. വെക്കേഷൻ എന്ന് പറഞ്ഞതാ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം കൂടെയായി. അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം അവരവിടെ നിന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് ഞങ്ങളും കരുതി. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.